എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ അപ്രതീക്ഷിത ലീവിനെയും നിസ്സഹകരണത്തെയും തുടർന്ന് നിരവധി വിമാന സർവീസുകളാണ് ഇന്നും തടസ്സപ്പെട്ടത്. തിരുവനന്തപുരത്തു നിന്നും മസ്കറ്റിലേക്കും ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്നുള്ള അബുദാബി ഷാർജ സർവീസുകളും റദ്ദാക്കിയിരുന്നു. കരിപ്പൂരിൽ നിന്ന് അല്ലൈൻ, ജിദ്ദ, ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത്. സർവീസ് റദ്ദാക്കുന്ന വിവരം യാത്രക്കാരെ യഥാസമയം അറിയിച്ചില്ല എന്നും പരാതിയുണ്ട്. ഇന്നലെ യാത്ര ചെയ്യാൻ പറ്റാത്ത നിരവധി ആളുകൾ ഇന്ന് സേവനം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ച് വിമാനത്താവളങ്ങളിലെത്തി. ഇതോടെ വിസ കാലാവധിയും അവധിയും തീരുന്നതുൾപ്പെടെ ഗൾഫിലേക്കുള്ള യാത്രക്കാർ പ്രതിസന്ധിയിലായി. ഇന്നലെ തന്നെ അവർ തന്നെയാണ് എനിക്ക് ഇന്നത്തെ ഡേറ്റ് ഇട്ട് ബുക്ക് ചെയ്ത് തന്നത്. രാവിലെ വന്നാൽ മതി, എന്നെ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോഴും ഇവിടെ വന്നപ്പോൾ പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് പറഞ്ഞു. എനിക്കിന്ന് അവിടെ എത്തിയേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി 12 മണിക്കകത്തെങ്കിലും അവിടെ ഇറങ്ങിയെങ്കിൽ എൻ്റെ വിസ കട്ടാവാതെ എനിക്ക് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വിസ കട്ടാവും, എൻ്റെ ജീവിതവും പാഴാവും. മെയ് 13 ശേഷം മാത്രമേ ഇനി യാത്ര തുടരാനാകൂ എന്ന് വിമാന കമ്പനി അറിയിച്ചതായി യാത്രക്കാർ പറഞ്ഞു. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വേറെ ടിക്കറ്റ് എടുത്ത് പോകാൻ പറയുന്നു. ഇപ്പോൾ ഒമാനെയറോ ഇൻഡിഗോയോ അങ്ങനെയുള്ള ഫ്ലൈറ്റുകളിൽ. പിന്നെ നമുക്കിപ്പോൾ അർജൻറ്റാണ്, ലീവ് കഴിഞ്ഞതാണ്. ബുക്ക് ചെയ്തവരുടെ പണം എന്ന് തിരിച്ചു നൽകുമെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ യാത്രക്കാരെ കമ്പനി അറിയിച്ചിട്ടില്ല എന്നാണ് പരാതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.